37,000 അധിക തസ്തികകൾ സെക്രട്ടേറിയറ്റിലുണ്ടായിരുന്നു. അതുപോലെയാണ് എയ്ഡഡ് കോളേജുകളിലൊക്കെ പ്രൊട്ടക്റ്റഡ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞ് നമ്മുടെ പണം എടുത്താണ് ഇവർക്കൊക്കെ ശമ്പളവും പെൻഷനും എല്ലാം കൊടുക്കുന്നത്. കാര്യക്ഷമതയ്ക്ക് ഞാൻ മുൻഗണന കൊടുക്കും. പക്ഷെ ആ കാര്യക്ഷമതയ്ക്ക് മുൻഗണന കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു 3 ആഴ്ച മുൻപ് പുറത്തു വന്ന ഒരു പത്ര റിപ്പോർട്ട് 3,48,000 ഫയലുകൾ കെട്ടിക്കിടക്കുന്നു. ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ടെന്ന് പറഞ്ഞ് തുടങ്ങിയ മുഖ്യമന്ത്രിയുടെ കാലത്താണ് 3,48,000 ഫയലുകൾ കെട്ടിക്കിടക്കുന്നത്. അതാണ് ഹെൽത്തിന് കൊടുത്തിരിക്കുന്ന വകയും PR വർക്കിന് മാറ്റിവെക്കും. നമുക്ക് ഒരുപാട് റീൽസ് ഉണ്ടാക്കണ്ടേ? പിണറായി വിജയൻ ഗവൺമെൻറ് എങ്ങനെയാണ് രണ്ടാമത് വന്നത്? സിംപ്ലി ബിക്കോസ് ഓഫ് കമ്മ്യൂണിറ്റി കിച്ചൺ ആൻഡ് കിറ്റും കമ്മ്യൂണിറ്റി കിച്ചൺ. ഈ സംസ്ഥാന സർക്കാർ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഈ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായും മറ്റ് വരുമാന മാർഗങ്ങൾ, അതായത് GSTയും മദ്യവും ലോട്ടറി ഇതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റ് വരുമാന മാർഗങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെയുള്ള വരുമാന മാർഗങ്ങൾ കണ്ടെത്താനുള്ളൊരു ശേഷി കേരളത്തിനുണ്ടോ? ഇപ്പോൾ ഈ ഗവൺമെൻറ് മാറിക്കഴിഞ്ഞാലും ഈ കേരളത്തിന് വരുമാനശേഷി ധാരാളമുണ്ട്. അതിന് CAG റിപ്പോർട്ട് സിബി ഒന്ന് കൃത്യമായിട്ട് വായിച്ചാൽ മതി. എൻ്റെ വീട്ടിൽ ഇവിടെ എൻ്റെ അലമാരിക്കകത്ത് സർവ്വ CAG റിപ്പോർട്ടുകളും ഉണ്ട് കേട്ടോ. സമയക്കുറവേ ഉള്ളൂ എനിക്ക്. ആ CAG റിപ്പോർട്ട് അതായത് ഈ കഴിഞ്ഞ മാർച്ച് 31 പുറത്തിറക്കിയ CAG റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. അതിപ്പോൾ ഞാൻ ഈ ബജറ്റ് ഡോക്യുമെൻറ്റിൽ തന്നെ പിരിച്ചെടുക്കാനുള്ള നികുതിയുടെ ഞാൻ ഇപ്പം തന്നെ കാണിച്ചു തരാം. അതായത് ഇത് കണ്ടോ, 23,814 കോടി രൂപയാണ് നികുതി അരിയർ തന്നെ കിടക്കുന്നത് കേരളത്തിൽ. ഇത് തന്നെ പൂർണ്ണമാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും കമേഴ്ഷ്യൽ ടാക്സസ് പിരിച്ചെടുക്കാതെ കിടക്കുന്നത്? അത് ഇവിടെ എല്ലാ വകുപ്പുകളിലും ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂടുതലാണ്. ഉദാഹരണം റവന്യൂ വകുപ്പ് ഞാൻ പറയാം. ഞാൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയിലുണ്ടായിരുന്നപ്പോൾ ഞാൻ തന്നെ പഠിച്ചതാണ് ഇൻ്റർ സ്റ്റേറ്റ് ഓരോ സംസ്ഥാനത്തിലും എത്ര തൊഴിലാളികളുണ്ട് ഈ വകുപ്പുകളിൽ. ഇവിടെ 3,000-ലധികം തൊഴിലാളികൾ റവന്യൂ വകുപ്പിലുള്ളപ്പോൾ ഗുജറാത്ത് കേരളത്തെക്കാൾ വലിയ സംസ്ഥാനമാണെന്ന് ഉറപ്പല്ലേ? 300 തൊഴിലാളികളാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ശമ്പളവും പെൻഷനും ഒക്കെ ആയിട്ട് നമ്മുടെ വരുമാനത്തിൻ്റെ വലിയ സിംഹഭാഗവും പോവുകയെന്ന് പറയുമ്പോൾ അന്ന് ഞങ്ങൾ കണക്കെടുപ്പിച്ചു. ഔദ്യോഗികമായി തന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി കണക്കെടുത്തപ്പോൾ 37,000 അധിക തസ്തികകൾ സെക്രട്ടേറിയറ്റിലുണ്ടായിരുന്നു. അതുപോലെയാണ് എയ്ഡഡ് കോളേജുകളിലൊക്കെ പ്രൊട്ടക്റ്റഡ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞ് സ്കൂളുകളിലുമൊക്കെ. ഇതിനെല്ലാം ഗവൺമെൻറ്റിൻ്റെ തലയിലാണ് ഇതിനെയൊക്കെ ഭാരം വഹിക്കുന്നത് നമ്മളെപ്പോലുള്ള നികുതിദായകരാണ്. നമ്മുടെ പണം എടുത്താണ് ഇവർക്കൊക്കെ ശമ്പളവും പെൻഷനും എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു റെസ്ട്രിക്ഷൻ വേണം. ആ കാര്യക്ഷമത മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് എന്താണ്? കാര്യക്ഷമതയ്ക്ക് ഞാൻ മുൻഗണന കൊടുക്കും. പക്ഷെ ആ കാര്യക്ഷമതയ്ക്ക് മുൻഗണന കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു 3 ആഴ്ച മുൻപ് പുറത്തു വന്ന ഒരു പത്ര റിപ്പോർട്ട് 3,48,000 ഫയലുകൾ കെട്ടിക്കിടക്കുന്നു. ഫയലുകൾ കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ടെന്ന് പറഞ്ഞ് തുടങ്ങിയ മുഖ്യമന്ത്രിയുടെ കാലത്താണ് 3,48,000 ഫയലുകൾ കെട്ടിക്കിടക്കുന്നത്. അതാണ്. അപ്പോൾ എവിടെ കിടക്കുന്നു? അപ്പോൾ ഈ CAG നോക്കുക. CAG വളരെ വസ്തുനിഷ്ഠമായിട്ട് ഓഡിറ്റിംഗ് നടത്തിയിട്ട് പുറത്തു പറയുന്നുണ്ട് വകമാറ്റി ചെലവഴിക്കൽ. എന്താ ഹെൽത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? മന്ത്രി വീണ ജോർജ് പറഞ്ഞ കാര്യം, അതായത് 400 കോടി മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടി മാറ്റിവെച്ചു. അതിനേക്കാൾ രസകരമായ കാര്യങ്ങൾ വേറെയുണ്ട്. 400 കോടി മാറ്റിവെച്ചിട്ട് 245 കോടിയെ മെഡിക്കൽ കോളേജുകൾക്ക്. അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജുകളുടെ ഈ പരിതാപകരമായ അവസ്ഥ. എങ്കിൽ പോലും ഇത്രയും പരിതാപകരമായ അവസ്ഥ വരില്ല. അതിന് നമ്മൾ CAG പോണം. എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു CAG പറഞ്ഞ ഓരോ വകുപ്പിനും കൊടുക്കുന്ന ഫണ്ട് വകമാറ്റുന്നു. ആര് പറഞ്ഞിട്ടാ വകമാറ്റുന്നത്? ആ തലപ്പത്തിരിക്കുന്ന IAS-കാരൻ പറഞ്ഞിട്ടല്ല. അത് മിസ്റ്റർ പിണറായിയാണ് എനിക്ക് തോന്നുന്നു. ഈ ഫണ്ട് വകമാറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ കുറ്റകരമല്ലേ? കുറ്റകരമാണ്. പക്ഷെ ഇവിടെ അതൊന്നും കുറ്റമല്ല. ഇവിടെ അതൊന്നും അന്വേഷിക്കാൻ ആളില്ല. അപ്പം ഞാൻ പറയണത് ജനം തന്നെ ഒത്തുകൂടി വിളിച്ച് ചെന്നാലേ ഇതൊക്കെ ശരിയാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ വക മാറ്റുന്നു. അപ്പോൾ എന്താ ഹെൽത്തിന് കൊടുത്തിരിക്കുന്ന വകയും PR വർക്കിന് മാറ്റിവെക്കും. നമുക്ക് ഒരുപാട് റീൽസ് ഉണ്ടാക്കണ്ടേ? നമുക്ക് വീണ്ടും ഭരണത്തിൽ വരണ്ടേ 3-ാം വട്ടം? അപ്പം നമ്മൾ ചെയ്ത തെറ്റുകളെല്ലാം ശരിയാക്കണ്ടേ? നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ചെയ്തു, അതിൽ കൂടുതൽ ചെയ്തു എന്ന് വരുത്തി തീർക്കണ്ടേ? അതിനു വേണ്ടി റീൽസ് ഇറക്കാൻ വേണ്ടി തന്നെ എത്ര കോടി. ഇതാ ഇപ്പം എൻ്റെ കേരളം പരിപാടി 48,000 സ്ക്വയർ ഫീറ്റുള്ള ശീതീകരിച്ച ഒരു പന്തലാണ് കാലിക്കടവ്, കാസർഗോഡ് കാലിക്കടവിൽ നടത്തിയത്. അതുപോലെ 14 ജില്ലകളിലും ശീതീകരിച്ച
ഇങ്ങനെ അതിനൊക്കെ ആരെ ഏൽപ്പിച്ച് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി അവരുടെ കെയർ ഓഫിലാണ് കോൺട്രാക്റ്റ് ഒക്കെ പിടിച്ച് എല്ലാ ജില്ലകളിലും ഇതുപോലെ ഇതൊക്കെ എത്ര കോടി 100 കോടിയിലധികം. അപ്പോൾ എന്താ ഈ 100 കോടി എന്നൊക്കെ പത്രത്തിൽ വന്ന കണക്കുകളാണ്. പത്രത്തിൽ വരുന്നത് തന്നെ ലഘൂകരിച്ച കണക്കുകളായിരിക്കും. കാരണം ഇത് പത്രങ്ങളൊക്കെ പർവ്വതീകരിക്കുമെന്നാണ്. ഇതിനപ്പുറത്തേക്ക് സ്പോൺസേഴ്സും ഉണ്ടാവുമല്ലോ. സ്പോൺസേഴ്സും ഉണ്ട്. അതെ അതെ. സംസ്ഥാനം ഇത്രയും വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്ത് സർക്കാർ ഇതുപോലുള്ള ധൂർത്ത് നടത്തുമ്പോൾ ഇതിന്റെ മേൽ CAGക്കോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിനോ നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടപടികളോ എടുക്കാൻ സാധിക്കത്തില്ലേ? അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ഒരു അന്തർധാരയുണ്ട്. അല്ലെങ്കിൽ പണ്ടേ ഗവൺമെന്റ് പിന്നെ പോയേനെന്ന്, ഒരു പ്രസിഡൻഷ്യൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് പോയേനെ തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അന്തർധാര ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ് CAG കുറ്റപ്പെടുത്തുക. CAG ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. CAGക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനെയും താങ്ങണ്ട, സംസ്ഥാന ഗവൺമെൻറ്റിനെയും താങ്ങണ്ട. പിന്നെ അതിപ്പോൾ ഇവിടുത്തെ IASകാർക്കും ആരെയും താങ്ങണ്ട. പക്ഷേ IASകാരും പോലീസ് ഓഫീസേഴ്സ് നമുക്കറിയാം താങ്ങിയാണ് നിൽക്കുന്നത്. ഇവരാരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കുകയോ കാര്യങ്ങൾ നടപ്പാക്കുകയോ ചെയ്താൽ തന്നെ കാര്യങ്ങൾ നേരെ പോകും. ഗവൺമെൻറ് വിചാരിച്ചാൽ നടക്കില്ല, നേരെ പോകൂ എന്ന് വന്നാലും നടക്കും. പക്ഷെ അങ്ങനെ കാണിക്കുന്നവരില്ല. അപ്പോൾ CAG പറയുന്നത് വക മാറ്റി ചെലവഴിക്കുന്നു. അതുപോലെയുള്ള ഈ പിന്നെ കാര്യക്ഷമത ഇല്ലായ്മ കാരണം കൊണ്ട് 28,000 കോടി, ഇത് ഞാൻ നികുതി അരിയറല്ലേ പറഞ്ഞത്, ആകെപ്പാടെ പിന്നെ 28,000 കോടിയുടെ അരിയർ പിരിച്ചെടുക്കാനുണ്ടായിരുന്നു 23-24 വർഷം. അപ്പം 28,000 കോടിയുടെ അരിയർ പിരിച്ചെടുക്കാനുണ്ടെന്ന് പറഞ്ഞാൽ അത് തന്നെ നമുക്ക് എന്തോരം 28,000 കോടി കട എടുക്കണ്ടെന്ന് ഓർക്കണം. അപ്പോൾ ഈ അരിയർ പിരിച്ചെടുക്കുന്ന ഈ 10,000-ഉം 25,000 ഒക്കെ അരിയർ കിടക്കുന്ന ഈ ചെറുകിട കച്ചവടക്കാരുടെ മേലിലേക്ക് ഈ GST ഉദ്യോഗസ്ഥർ കുതിര കയറുകയും എന്നാൽ ലക്ഷങ്ങളും കോടികളും ഒക്കെ അരിയറായിട്ട് കിടക്കുന്ന അവരുടെ മേലെ ഒരു നടപടിയും സ്വീകരിക്കാത്ത സമീപനവും ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണല്ലോ ഈ പോക്കറ്റിൽ തിരികെ കൊടുക്കുന്ന ആൾക്കാർക്കൊക്കെ സഹായം ചെയ്തു കൊടുക്കുക, അവരുടെ നേരെ കണ്ണടയ്ക്കും. അതിപ്പോൾ നമുക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കടബാധ്യതകളും പൊട്ടലും ചീറ്റലും ഒക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം ഈ ഗവൺമെൻറ് ആരുടെ കൂടെയാണെന്ന്. എന്നിട്ട് അതൊക്കെ എങ്ങനെ ഒളിച്ചു വെക്കുന്നു എന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാകും. അപ്പോൾ എന്ത് സംഭവിച്ചാലും അതെ, ഈ കടക്കണിയിൽ നിന്ന് കയറണമെന്നുണ്ടെങ്കിൽ ധനമാനേജ്മെന്റ് മാതൃകാപരമാവണം. അതുപോലെ ചെലവ് കുറയ്ക്കാവുന്നിടത്തൊക്കെ ചെലവ് കുറയ്ക്കണം. അരിയറ് കിടക്കാത്ത രീതിയിൽ വരുമാനം സമാഹരിക്കണം. പിന്നെ അതുപോലെ തന്നെ എവിടെയൊക്കെയാണ് ഇനി നമുക്ക് കണ്ടെത്താവുന്നത് വരുമാനം എന്നത് കണ്ടെത്താൻ. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, സ്വർണത്തിന് നികുതി ഇട്ടിരിക്കുന്നത് സിബി 3% നികുതി. സ്വർണ്ണാഭരണങ്ങൾക്കും വജ്രാഭരണങ്ങൾക്കും ഒക്കെ ഇട്ടിരിക്കുന്നത് GST 3%. ഓർക്കണം, നിത്യോപയോഗ സാധനങ്ങൾ പാക്ക് ചെയ്ത് വാങ്ങുന്നതിന് 5% നികുതി. എന്നിട്ടാണ് പക്ഷെ അതിനെ അന്യായം എന്ന് പറയുന്നില്ല. കാരണം നമുക്ക് സ്വർണ്ണ വജ്ര ആഭരണ കയറ്റുമതി നമ്മുടെ വഴിയായിട്ട് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ 20%-ഓളം അതായത് വരുന്നുണ്ട് ഇന്ത്യയിലേക്ക്. അപ്പോൾ ഒരുപാട് തൊഴിലും കൊടുക്കുന്നുണ്ട് ആ മേഖല. അതുകൊണ്ട് 3% നിർത്തിക്കോട്ടെ. പക്ഷെ ആ 3% പിരിച്ചെടുക്കുന്നില്ല. അതല്ലേ തോറേ ദെൽ ഓറേ എന്നായിരുന്നു ആ ഓപ്പറേഷൻ ഗോൾഡിന്റെ പേര്. അപ്പൊ അങ്ങനെ പിരിച്ചെടുക്കുക, അതിന് ശക്തമായ നടപടിയെടുക്കുക, അതിൻ്റെ ഓഫീസേഴ്സിനെ തടഞ്ഞു നിർത്താതെ മുന്നോട്ടാക്കുക, അവർക്ക് വേണ്ട എൻകറേജ്മെന്റ് കൊടുക്കുക. കഴിഞ്ഞ വർഷം സിബി ഓർക്കുന്നുണ്ടോ, പോലീസിന് പ്രതിയുടെ പുറകെ ഓടാൻ പോലും പിന്നെ പെട്രോൾ അടിക്കാൻ നിവൃത്തിയില്ലായിരുന്നു കഴിഞ്ഞ വർഷം. ഇത്ര അതിഭീകരമായ ഒരു സാമ്പത്തിക അവസ്ഥ കേരളത്തിൽ നിലനിൽക്കുന്ന ഈ ഒരു സമയത്തും പ്രതിപക്ഷം ഒരു പരാജയം അല്ലെങ്കിൽ നിശബ്ദമാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ പ്രതിപക്ഷം ശക്തമായിട്ട് ഇടപെടുന്നുണ്ടെങ്കിലും ഇതൊന്നും പറഞ്ഞാൽ എനിക്കത് അറിഞ്ഞുകൂടാ. പിന്നെ സിബി സത്യം പറഞ്ഞാൽ ഞാൻ ഓർക്കാറുണ്ട്, എനിക്കൊരു രാവണൻ്റെ 100 തലയും 100 ബോംബും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ 100 തലയും 100 ബോംബുമായി ചെന്ന് 100 ഇടങ്ങളിൽ ബോംബ് പൊട്ടിക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത്. അനീതി കണ്ടാൽ അനീതിയാണെന്ന് പറയാനും അതിനെതിരെ പ്രതികരിക്കാനും തൻ്റെ ഇടമുള്ള എല്ലാവരും ഭീരുക്കളാണ്. ആണായാലും പെണ്ണായാലും ഇവർക്കിതൊക്കെ പറയാനേ പേടിയാണ്. എന്നെ തന്നെ അങ്ങനെ പേടിപ്പെടുത്തുന്നവരുണ്ട്, അതായത് സൂക്ഷിച്ചോണേ എന്ന്. അപ്പം ഞാൻ പറയാറുള്ള ഒറ്റ കാര്യം, ഒരു മരണമേ ഉള്ളൂ, അത് മാന്യമായ മരണം, അഭിമാനകരമായ മരണമായിരിക്കും. ഈ കേരളത്തിൽ നമ്മുടെ ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്ന ആളുകൾ, കാരണം നമ്മളുടെ ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മുടെ കേരളത്തിലേക്ക് ഇപ്പോൾ എന്ത് പ്രോഡക്റ്റ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഗൃഹോപകരണങ്ങളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ടെക്നോളജികളായിക്കോട്ടെ, പുതിയ മെഷീനറീസ് ആയിക്കൊള്ളട്ടെ, ഇതൊക്കെ വരുന്നത് മറ്റു നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഇതൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് സംസ്ഥാനത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ ഇടപെടലും ഇല്ല എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല എന്ന് തോന്നുന്നതിൻ്റെ ഒരു ഉദാഹരണമല്ലേ ഈ കഴിഞ്ഞ പ്രാവശ്യം
നമുക്ക് കുറച്ച് 2-3 മാസം കൊണ്ടേ ഇങ്ങനെ ഇതാ ഹർത്താൽ വരുന്നു എന്ന് പറഞ്ഞിരുന്നിട്ട് ഹർത്താൽ വന്നപ്പോൾ കേരളത്തിൽ മാത്രം അത് പരിപൂർണ ബന്ദായി. അങ്ങനെ പരിപൂർണ ബന്ദായി മാറുന്ന ഒരു നാട്ടിലേക്ക്, ഇഷ്ടം പോലെ ഹർത്താലും ബന്ധും വരുന്ന ഒരു നാട്ടിലേക്ക് ഏതെങ്കിലും വ്യവസായി വരുമോ? അതുകൊണ്ടല്ലേ ഇവിടെ സാബു ജേക്കബ് ആന്ധ്രാപ്രദേശിലേക്ക് പോയത്, ഈ ഹർത്താലും കൊലവിളിയും കാരണം കൊണ്ട്. എന്നാ ഓർക്കുക, ജസ്റ്റ് ഒരൊറ്റ എക്സാമ്പിൾ ഓർത്താൽ മതി. കോവിഡ് കാലത്ത് ISROയിലേക്ക് ഉപകരണങ്ങൾ കൊണ്ടുവന്നു. ഉപകരണങ്ങൾ ഇറക്കാൻ അവിടുത്തെ തൊഴിലാളികളെ, അതായത് ISROയിലെ തൊഴിലാളികളൊക്കെ പറ്റും അത് ഇറക്കാൻ. അതായത് അതിന് ടെക്നിക്കൽ നോളജ് വേണം ആ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പോഴേക്കും അവിടെ നോക്കുകൂലി ചോദിച്ച് ബഹളമായി. ദേവൻ രാമചന്ദ്രൻ്റെ ഇത് ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് ഇപ്പം പത്രക്കെട്ട്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞത്, നിയമം കയ്യിലെടുക്കുകയല്ല വേണ്ടത്, നിയമത്തിൻ്റെ വഴിയേ പോവുക. അതിനവിടെ മാർക്സ് എന്താ പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? മാർക്സ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്, 1848 എഴുതിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്, ടെക്നോളജി അതിവേഗം വളർന്നുകൊണ്ടിരിക്കും, അപ്പോൾ നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആകാൻ സാധ്യതയുണ്ട്, റീസ്കിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയണം, നിങ്ങൾ അറിയാതിരുന്നിട്ട് നോക്കുകൂലി ചോദിക്കരുത്, അറിയാത്തിടത്താണ് നോക്കുകൂലി ചോദിക്കേണ്ടി വരിക. അപ്പോൾ അങ്ങനെ അന്നാണ് മാർക്സ് പറഞ്ഞിരിക്കുന്നത്. അത്തരം ഒരു ലോകത്ത് അറിയാത്ത കാര്യത്തിന് നോക്കുകൂലി ചോദിച്ച് മിലിറ്റൻസി സൃഷ്ടിച്ച് വ്യവസായികളെ, ഈ മൂലധനം മുടക്കുന്നവനെ അത് മന്ന പോലെ പൊഴിഞ്ഞു വന്നതല്ല, അവൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അപ്പം അവൻ തെറ്റ് കാണിക്കുന്നുവെങ്കിൽ, അവനൊരു സംരംഭം തുടങ്ങി വരെ അപ്പോയിൻ്റ് ചെയ്തു, അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല, അവരെ കഠിനാധ്വാനം ചെയ്യിക്കുന്നു, അങ്ങനെയൊക്കെ വന്നാൽ നിയമം ഇടപെടണം, നിയമപരമായിട്ട്. അല്ലാതെ അതിന് ആ മൂലധനം അവിടെ പാടില്ല. മൂലധനമില്ലെങ്കിൽ ഉൽപ്പാദനമില്ല. അത് മനസ്സിലാക്കി കൊടുക്കാൻ ഇവരാരും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് പല തവണ തിരുവാർപ്പിൽ ചെകിട്ടത്തടിച്ചു ഒരു മനുഷ്യൻ, റിട്ടയർ ചെയ്തു വന്ന് ബസ് തുടങ്ങിയിട്ട്. അപ്പം അന്നേരം കോടതി എന്താ പറഞ്ഞു, കോടതിയുടെ ചെകിട്ടത്താണ് അടിച്ചത്. ഇതൊക്കെ കേട്ടിട്ട് ഈ ഗവൺമെന്റ്, അപ്പൊ നമ്മുടെ സംസ്ഥാനം ഒരു വ്യവസായിക സൗഹൃദ സംസ്ഥാനമല്ല, അല്ല. ഈ അന്നാൾ വന്നില്ലേ ശശി തരൂരൊക്കെ വലിയ തരത്തിലോ വ്യവസായ സൗഹൃദം, അതെങ്ങനെ വന്നാണ്? എന്നിട്ട് എന്നോട് ടൈംസ് ഓഫ് ഇന്ത്യ എന്നെ വിളിച്ച് ചോദിച്ചു, മാഡം അതെങ്ങനെ, അതിനെപ്പറ്റി വല്ലതും ഒന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് ഇതാണ്, ഞാൻ വെബ്സൈറ്റിൽ നോക്കി ശശി തരൂർ ഇങ്ങനെ PM രാജീവൊക്കെ പറയുന്നുണ്ട് വ്യവസായ സൗഹൃദമാണ്. ഏത് പോയിന്റ് ഓഫ് വ്യൂവിൽ? കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ്. ഞാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വ്യവസായ വകുപ്പിൻ്റെ ഒരു മെഗാ പ്രോജക്റ്റ് കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് കേരളത്തിൽ ചെയ്തതാണ്. അപ്പോൾ നല്ല ഒന്നാന്തരം കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ്. അതെത്രയാണ്? 40 ലക്ഷത്തിലധികം കുടുംബശ്രീകളുണ്ട്. അവരുടെ മൈക്രോ എൻ്റർപ്രൈസസ് ആയിട്ട് എത്രയുണ്ടെന്ന് എനിക്ക് എണ്ണ അറിഞ്ഞുകൂടാ. 10 കുടുംബശ്രീ ചേർന്നാലേ ഒരു മൈക്രോ, എല്ലാ കുടുംബശ്രീകൾക്കും മൈക്രോ ഇല്ല. പക്ഷേ ഈ മൈക്രോ എൻ്റർപ്രൈസസ് പെണ്ണുങ്ങൾ നല്ല കുടുംബം നന്നായി മാനേജ് ചെയ്യാൻ പറ്റുന്നത് പെണ്ണുങ്ങൾക്കാണെങ്കിൽ അതുപോലെ നന്നായി ആ കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസിൻ്റെ പേരിലായിരിക്കാം രാജീവ്. എന്നിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു, പിന്നെ ഇവരെയൊക്കെ പറ്റിക്കത്തക്ക രീതിയിൽ ഒരു സംഭവം നടത്തുന്നുണ്ട്. ഇവർ പറഞ്ഞ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് വേൾഡ് ബാങ്ക് നിർത്തലാക്കി, നീതി ആയോഗ് നടത്തലാക്കി. എന്നിട്ട് ഇവർക്ക് എവിടുന്ന് റാങ്ക് കിട്ടിയത്? അതായത് മധ്യപ്രദേശിലെ ഒരു IIM ഉണ്ട്. ആ IIM ഒരു സ്റ്റഡി നടത്തി ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ പറ്റി അക്രോസ് ദ കൺട്രി. അങ്ങനെ നടത്തിയപ്പോൾ അവർ കേരളത്തിലും, അത് കേരളം വ്യവസായ സൗഹൃദമല്ല ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അവരിവിടെ വന്ന് കണ്ടതൊക്കെ ഈ കുടുംബശ്രീകളെയാണ്. ആ കുടുംബശ്രീകൾ ഗവൺമെൻറ്റിന് ഫോറേ പറയുള്ളൂ. കാരണം അവരെയൊക്കെ ഈ LDF ഗവൺമെന്റ് പോക്കറ്റിലാക്കി വെച്ചിരിക്കുക. അവരൊരു വോട്ട് ബാങ്കുമാണ്. ഈ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസുകളുടെ മാർക്കറ്റിംഗ് അതൊരു വലിയ പ്രശ്നമായിട്ട് തന്നെ നിലനിൽക്കുന്നില്ലേ? അത് നിലനിൽക്കുക അങ്ങനെ പ്രശ്നമല്ല. അതിനെ ഇപ്പോൾ അവർ എനിക്ക് തോന്നുന്നു ടൂറിസം സെൻറ്റേഴ്സുമായിട്ടും ഒക്കെ ചെയ്ത് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് നന്നായി വരുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ് ഇടപെടലായിട്ട് വീണ് കിടക്കുകയല്ലേ. അങ്ങനെയുള്ളൊരു ഗവൺമെൻറ് എന്ത് സഹായം ചെയ്യാൻ പറ്റും? ഈ വാഗ്ദാര കൊണ്ടല്ലാതെ അവർക്കാർക്കും സഹായം ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഈ കുടുംബശ്രീകളൊക്കെ കൂടെ ചേർന്നാണ് രണ്ടാം ഗവൺമെൻറ്റിൻ്റെ വരവിന് സഹായിച്ചത്. അതായത് ഈ പിണറായി വിജയൻ ഗവൺമെൻറ് എങ്ങനെയാണ് രണ്ടാമത് വന്നത്? സിംപ്ലി ബിക്കോസ് ഓഫ് കമ്മ്യൂണിറ്റി കിച്ചൺ ആൻഡ് കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണും. അത് കമ്മ്യൂണിറ്റി കിച്ചണും കിറ്റും എങ്ങനെ ഉണ്ടായി? 2013 UPA ഗവൺമെൻറ് പാസ്സാക്കിയ ഫുഡ് സെക്യൂരിറ്റി ആക്ട്. ആ ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്താ പറയുന്നതെന്നറിയോ? അന്ന് UDF ആയിരുന്നു ഇവിടെ. അപ്പോൾ ഞാൻ ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു, കേരളത്തിൽ അതെങ്ങനെ നടപ്പാക്കാമെന്നുള്ള കമ്മിറ്റിയിൽ. അപ്പോൾ ഇത് പറഞ്ഞിരിക്കും, താഴെ തട്ടിൽ നിന്ന് 68% ജനങ്ങൾക്ക് അരി, ഗോതമ്പ്, ആട്ട, 5 തരം പയറുവർഗ്ഗങ്ങൾ, പഞ്ചസാര, എഡിബിൾ ഓയിൽ, ഭക്ഷ്യ എണ്ണ, ഈ സാധനങ്ങളെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കണം. ഒരു പ്രതിസന്ധി വന്നാൽ, കോവിഡ് വലിയ പ്രതിസന്ധിയായിരുന്നു, തീർച്ചയായിട്ടും ലോകം മുഴുവൻ അടച്ചിട്ടിരുന്ന പ്രതിസന്ധി. ആ സമയത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ
അവരുടെ ഭക്ഷ്യ ഗോഡൗണുകളിൽ നിന്ന് ഈ പറയപ്പെട്ട സാധനങ്ങളൊക്കെ ഉള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്ത് കേരളത്തിലേക്ക് ധാരാളമായിട്ട് കേരളം ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ 2 ആഴ്ച മുമ്പ് ഒരു ഇത് വന്നല്ലോ, ഓണം ആകുമ്പോഴത്തേനും കൂടുതൽ അരി ചോദിച്ചപ്പോൾ തരാൻ പറ്റില്ല എന്ന് കേന്ദ്രം പറഞ്ഞു എന്ന് പറഞ്ഞൊരു ഇഷ്യൂ വന്നു. ഇവിടെ ഇപ്പോൾ പ്രതിസന്ധി ഒന്നുമില്ല, അതുകൊണ്ടാണ് എക്സ്ട്രാ തരില്ല എന്ന് പറയുന്നത്. അതേസമയത്ത് അന്ന് അങ്ങനെയല്ല, നിയമപരമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയാണ് ഈ ഫുഡ് സെക്യൂരിറ്റി ആക്ട്. അപ്പോൾ നമ്മുടെ ജന്മാവകാശമാണ് ആഹാരം എന്നതാണ്. അതുകൊണ്ട് ഈ ഫുഡ് സെക്യൂരിറ്റി ആക്ട് കൊണ്ടുവന്ന് UPA ഗവൺമെന്റ് ആണെന്നുള്ള കാര്യം പോലും പൊതുജനത്തിന് അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. പൊതുജനം അത് അറിയണം. ആ ഫുഡ് സെക്യൂരിറ്റി ആക്ടിൻ്റെ ബേസിസിൽ ഇങ്ങോട്ട് വന്ന അരിയും ഗോതമ്പും മറ്റ് സാധനങ്ങളും ഒക്കെ കിറ്റാക്കിയും കമ്മ്യൂണിറ്റി കിച്ചനാക്കിയത് ആരാണ്? കമ്മ്യൂണിറ്റി കിച്ചനാക്കിയത് കുടുംബശ്രീകൾ. അത് കിറ്റാക്കിയത് ആരാണ്? റേഷൻ കടക്കാർ. റേഷൻ കടക്കാർ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങുന്നില്ലേ, ഞങ്ങൾ സമരം ചെയ്യാൻ പോവുക, ആ കിറ്റാക്കിയതിന്റെ പൈസ ഇതുവരെ അവർക്ക് കൊടുത്തിട്ടില്ല. അതൊക്കെ ഇവിടുത്തെ ജനം മനസ്സിലാക്കണം. ജനം ഏതെങ്കിലും ഒരു സഖാവ് എവിടെയെങ്കിലും നിന്ന് എന്തെങ്കിലും പ്രസംഗിക്കുന്നതാണ് മനസ്സിലാക്കുന്നത് എന്നതാണ് നമ്മുടെ നാടിൻ്റെ ദുഃഖം.